ഹലോ അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോഴിതാ കുറച്ച് ദിവസത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഷോർട്ടൊക്കെ ഇടാറുള്ളൂ കേട്ടോ. അത് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഇടാത്തത് വെച്ചാൽ ചെറുതായിട്ടൊരു ജോലിയിലൊക്കെ പെട്ടു കഴിഞ്ഞിട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ പോകും, പിന്നെ ഇവിടെ വീട്ടിലെത്തണമെങ്കിൽ ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ എന്നാ ഞാൻ വീഡിയോ ഇടാൻ എൻ്റെ ഒഴിവിനൊക്കെ അനുസരിച്ചാകും കേട്ടോ. പിന്നെ സൺഡേ പിന്നെ ഓരോ അവധി ദിവസങ്ങളിലൊക്കെ എനിക്ക് കൂടുക. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ട വിചാരിച്ച് നിർത്തിയത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി പിന്നെ ഞാൻ യൂട്യൂബിനെ രണ്ടാമത് തുടങ്ങാൻ പിന്നെ എല്ലാവരും ഇതേപോലെ ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പിന്നെ എനിക്ക് പിന്നെ ഒരു താല്പര്യം കൂടിയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇടയിൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇടുട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ വാഷ് ചെയ്യുന്നതും പിന്നെ ചോറും കറിയും ഇതൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ ഒരു മുതിരക്കറി ഇതൊക്കെ മുതിരൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നത്, പപ്പായക്കറി ഉണ്ടാക്കുന്നതൊക്കെയാണ്. പിന്നെ നിസ്കാരക്കുപ്പായം ഇതൊക്കെ എപ്പോഴും ശുദ്ധിയായിട്ടിരിക്കാൻ, അതായത് ഇത് ക്ലീനായിട്ട് ഇരിക്കാൻ ഞാൻ ചെയ്യുന്ന ടിപ്സും ട്രിക്സൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാതെ ഓൾന്നിൻ്റെ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ മിന്നമോളെയൊക്കെ മദ്രസിലേക്ക് പറഞ്ഞയച്ചിട്ട് ചോറിൻ്റെ വെള്ളമൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് ചൂലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ജിതുമോന് കുറച്ച് ചാമ്പൊക്കെ പറിച്ചിട്ട് അവിടെ ഓൻ തന്നെ വടിയായിട്ട് പോയിക്കാണ്ട് തച്ച് ചാടിച്ചാണ്ട് കുറച്ച് ചെള്ളി ചാമ്പൊക്കെ പറിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ അവനത് മസാല ബോക്സൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ബോട്ടിൽ പിന്നെ അവന് സൈക്കിൾ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ ഓന് സൈക്കിളായിട്ട് അങ്ങനെ കിട്ടോ. സൈക്കിളുമ്പോൾ പോകാൻ വലിയ താല്പര്യം. അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പുറത്തേക്കൊന്നും ഇറക്കലില്ല. കാരണം ഇവിടെ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്തേക്ക് ഇറക്കിയാൽ പിന്നെ അതിൻ്റെ പണി കിട്ടുട്ടോ, എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ പുറത്ത് വെച്ചുണ്ടാക്കുന്നത് കേട്ടോ അവന് ഇഷ്ടം. എന്നാലും അവന് മുറ്റത്തേക്ക് ഇറങ്ങാൻ കൂടുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇവിടെ ഇത് വെച്ച് ഇങ്ങനെ മാമുണ്ടാക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പുറത്തുണ്ടാക്കി. പിന്നെ ഏതായാലും അവന് സൈക്കിളായിട്ട് ഇങ്ങനെ സന്തോഷത്തിലൊക്കെ പാട്ടെടുത്ത പിന്നെ ഞാൻ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി അവന് കാണിക്കാം കേട്ടോ. അത് പിന്നെ എന്താ പറയുക വെച്ചാൽ അല്ലാത്ത സമയത്ത് പുറത്തിങ്ങനെ ഞാൻ പോകുന്ന വരെയൊക്കെ കുറച്ച് നേരമൊക്കെ പുറത്തിറങ്ങും കേട്ടോ. പിന്നെ ഉമ്മ ഒറ്റക്കായ പിന്നെ അത് പുറത്തിറക്കാനും ഇതൊക്കെ കയറിയിടാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഒക്കെ ആയിട്ട് പിന്നെ മേട്ടും അവനുമായിട്ട് ഇങ്ങനെ അകത്ത് ഇങ്ങനെ കൂടിയിരുന്നോളൂ കേട്ടോ. അപ്പം അങ്ങനെ പോകും ദിവസങ്ങളും ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുറ്റടിച്ചേരലൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഏതായാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അടിച്ചു തരാനൊക്കെ. കുറച്ച് പിന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കയറുമ്പോഴും അങ്ങനെ കേട്ടോ. വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ മിഠായി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമില്ലെങ്കിൽ ചില ദിവസങ്ങൾ വാങ്ങാത്ത ദിവസമുണ്ട്, വാങ്ങുന്ന ദിവസമുണ്ട് കേട്ടോ. എന്നിപ്പോൾ ഇത് ശീലമൊക്കെ ശരിയാവില്ല വിചാരിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ വാങ്ങാതെ ഇരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ദാ അവനെന്തോ ബുഷിൻ്റെ എന്തൊക്കെ പറിക്കും കേട്ടോ. എന്തൊക്കെയോ അവിടെ ഒരു പണിയുണ്ട്. അപ്പോൾ ദാ ഇനിയിപ്പോൾ എന്താ അപ്പോഴിതാ ഞാൻ വന്ന് കയറിയാലും എനിക്ക് സ്വൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അന്ന സന്തോഷത്തിലാണെങ്കിൽ പിന്നെ മേത്ത് കയറി കൂടും. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അങ്ങനെ മരം കാണുമ്പോൾ കുട്ടിക്ക് കുറച്ച് ഇതുണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. പിന്നെ എന്നാൽ ഒരു ദിവസം ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ മുട്ടായി കൊണ്ടുവന്ന് ഇങ്ങനെ ഷീലാക്കി അങ്ങനെ ആയിട്ടോ. പിന്നെ ഞാൻ കൊണ്ടുവരാതെ നിന്നപ്പോൾ എന്ന് വരും കരച്ചിലോട് ഒക്കെ. അപ്പോൾ ദാ മിന്നമോള് മദ്രസ് വിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ അവരിങ്ങനെ പിന്നെ അവന് പിന്നെ ഒന്നുകൂടി തുള്ളിച്ചാട്ടോ. അപ്പം അവന് അവളെ ഓടിക്കാനായിട്ട് നടക്കട്ടോ. പിന്നെ അവർ ഇങ്ങനെ ഓന് പിന്നെ ഇനി കളിക്കാൻ ആളെത്തി തല്ലിവിടാൻ ആളെത്തി എന്തെങ്കിലുമൊക്കെ തൊട്ട് തോണ്ടി ഇങ്ങനെ ഇരിക്കട്ടോന്. അതാണെങ്കിൽ അവൾക്കാണെങ്കിൽ പറ്റുന്നില്ല.
ഓനെ മൾബറി പറിക്കുന്നതാട്ടോ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഓനെ മൾബറി പറിക്കണം, നമുക്ക് പറിക്കാൻ വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്താ ഓനെന്തൊരു തുള്ളിച്ചാട്ടയുടെ ചാണുണ്ട്. ജിതുമോൻ കളിക്കുന്ന കട്ടീനെ അവിടെ വൈക്കിട്ടീന് കേട്ടോ. അപ്പോൾ അത് എന്താ അൾക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തടഞ്ഞു വീണതാണ്. അപ്പോഴിതാ ഞാൻ ഇപ്പോൾ എന്തിനാ പുറമെ തീ കത്തിക്കണത്, ഇപ്പോൾ നോർമലല്ല തീ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ചോറിന് വെള്ളം വെച്ചിന് അതിൻ്റെ തീയൊക്കെ കെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വൈകി അങ്ങനെ ഇട്ട് അപ്പോൾ രണ്ടാമത് കത്തിക്കാണ്. അപ്പോൾ ഇതാ ഇനി എന്താണ് മിന്നമോൾ മദ്രസ ഇട്ട് വന്നു. മിന്നമോൾ മദ്രസ ഇട്ടപ്പോൾ തന്നെ ചോദിച്ചു ഇനി പപ്പായ പറിക്കാൻ പോകുകയാണ്. അപ്പോൾ മിന്നമോളെ രണ്ടെന്ന പപ്പായ പറിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ പോയി. അപ്പോൾ ഇതുമായിട്ട് ഫോണായിട്ട് പോയിക്കോ, വീഡിയോ എടുത്ത് പോരുകയാണ്. അങ്ങനെ ഞാൻ ഫോണും കൊടുത്ത് അവളെ പറഞ്ഞേക്ക് കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്തി ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇല്ലുമിനാത്തെ എന്താ അത് പിന്നെ ജിതുമോനെ ഇല്ലുമിനാത്തെ ആണ് ആ പാട്ട് കളിക്കാൻ ഡാൻസ് കളിക്കട്ടോ അവന് പണി. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം ഉണ്ട് അവിടെ. അപ്പോൾ ഇതാ പപ്പായ പറിക്കാനൊക്കെ തോട്ടിക്കായിട്ട് മിന്നമോൾ ഇതാ പോകുന്നുണ്ടോ. ഇനി കൂടെ ഉമ്മയും പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ അകത്ത് പണിയുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അവൾ മദ്രസ ഇട്ടുന്നത്. പിന്നെ അവൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ അവൾക്കില്ല ചായക്ക് എന്തെങ്കിലും കടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൊണ്ട് കുറച്ച് എന്തൊക്കെ ഉണ്ട് ഏതായാലും. അപ്പോൾ അവൾ ഇതാ പോകുന്നത്. അപ്പോൾ അവൾ പോകട്ടെ. അപ്പോൾ ഇതൊന്നും എനിക്ക് എന്തൊക്കെയാണ് ഇതിലിപ്പോൾ പറയാമെന്ന് കഴിച്ചാൽ. അപ്പോൾ ഏതായാലും അവൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാനല്ലത് ഷൂട്ട് ചെയ്തത് പിന്നെയാണ്. അവിടെ ഉണ്ട്. വെറുതെ കുറച്ച് സ്ഥലങ്ങളും ഇതൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാണ്ട് കേട്ടോ. അപ്പോൾ വഴുതിന് അങ്ങനെ ഇതൊക്കെയാണ് വീഡിയോ എടുത്തത് കേട്ടോ. ഇതൊന്നും നമ്മളതല്ല കേട്ടോ. പപ്പായൻ്റെതൊക്കെ എന്താണ് നമ്മളതാണ്, ഇതൊക്കെ വേറെ ആളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാനെങ്കിൽ. അപ്പോൾ കുറേ വീഡിയോ എടുത്താലും ഇവൾ കുറേ എടുത്ത് പോകുന്നതിന് കേട്ടോ. അപ്പോൾ അത് ലെങ്തി ആകുമല്ലോ, പിന്നെ ബോറടിക്കുമല്ലോ വിചാരിച്ചാണ് അങ്ങനെ കട്ട് ചെയ്താണ്. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ ഇവിടെ ഈ സ്ഥലത്ത് കാണാണ്ട് കേട്ടോ. അപ്പോൾ ഈ ആമീരി പ്രദേശത്ത് എനിക്കാണ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഉമ്മ അവിടുന്ന് വിളിച്ചതാണ് കേട്ടോ. പപ്പായ പറിക്കണ വീഡിയോ ഒന്നുമില്ല. ഓളോ എന്തൊക്കെ വെറുക്കണ വീഡിയോ ഉണ്ടോയെന്ന് നോക്കേണ്ടി വരും. ഏതായാലും ഓളോ എന്തൊക്കെ അവിടെ വീഡിയോ എടുത്തതിൽ ഉമ്മ വിളിച്ചതാണ്. ഇനിയിപ്പോൾ എന്താ അതോ അറിഞ്ഞോട്ടെ. ഇത് പപ്പാന്റെ കീസ് കൊണ്ട് കളില്ലേ അടുക്ക. ജിതുമോൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കൂടെ പോകുന്നത് അകത്തിരിക്കണതിന് ഉള്ളിലിരിക്കണേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റൊക്കെ പിന്നെ അത്ര അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് പറിക്കാനും ഓരോ പണിയെടുക്കാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവന് പപ്പായ ഇടാൻ വേണ്ടിയിട്ട് കവർ കൊണ്ടുവന്നപ്പോൾ അത് അവൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എടുക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ ഓന് ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും അപ്പോൾ ഓൻ എന്തെങ്കിലുമൊക്കെ ഓൻ വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. ഓൻ എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ ഇത് കൂടെ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ. അപ്പോഴിതാ പപ്പായൊക്കെ പറിച്ചിട്ട് അപ്പം ഇനി അവർ പോരുകയാണ്. അപ്പം ഇത് വെച്ചിട്ട് ഇനി ഒരു കറി ഉണ്ടാക്കുക. പിന്നെ മുതിരിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കട്ടെ. പിന്നെ കുട്ടികൾക്ക് പിന്നെ ഒരു മുതിര ഉപ്പേരിയും പപ്പായക്കറിയൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പം അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കഴിക്കുന്നത് എന്തെങ്കിലും ഇനി കൂട്ടിയൊക്കെ എന്നൊക്കെ വിചാരിച്ച് കുറച്ചൊക്കെ ഞാൻ നിന്ന് നോക്കും. പക്ഷേ അത് ശരിയാവില്ല.
ചിലപ്പോൾ പിന്നെ ഏതും പറ്റിയിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും വിചാരിച്ച് കണ്ട് പിന്നെ ഒരു വിചാരിച്ചാൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് എല്ലാത്തിനും പറയും ക്ഷമയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഞാൻ പറയും ഇത് ഇവിടെ ഹോട്ടലല്ല അങ്ങനെ വിചാരിച്ചത് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ ഇതിട്ടോ. അപ്പോൾ ഏതായാലും അവൾ പപ്പായൊക്കെ പറിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ അവൾക്കുള്ള ദോശ ചുട്ടെടുക്കുകയാണ്. എന്താണ് മൈദ ദോശ കേട്ടോ ചുട്ടെടുക്കുന്നത്. എന്താ വെച്ചാൽ മദ്രസ വിട്ടെന്നിട്ടൊന്നും കഴിച്ചിട്ടില്ല. വേഗം ഉള്ളു പപ്പായ പറിക്കാനാണ് പോയത്. അപ്പോൾ അതാ ഞാൻ നിസ്കാരക്കുപ്പായം എന്താണ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ ഇത് വാഷ് ചെയ്തിട്ടൊക്കെയാണ് എന്താണ് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ ഓഫീസിൽ വെക്കണ നിസ്കാരക്കുപ്പായം കേട്ടോ. അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടി ഓരോ ശനിയാഴ്ച ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരലാണ്. അപ്പോൾ ഇന്നലെ എന്താണ് വ്യാഴാഴ്ച ബുധനാഴ്ച പിന്നെ ക്രിസ്മസ് ആയപ്പോൾ പിന്നെ ഞാൻ ചൊവ്വാഴ്ച എടുത്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ശനിയാഴ്ച എടുത്ത് പോന്നിട്ടില്ല. ഇനി വെള്ളിയാഴ്ച പിന്നെ വ്യാഴാഴ്ച പിന്നെ എന്താ പറയുക കഴിഞ്ഞ ശനിയാഴ്ച പിന്നെ മദ്രസിനൊക്കെ ഒഴിവ് കിട്ടിയത്. അപ്പോൾ ഇവിടെ എത്തിയാരെയാണ് കേട്ടോ അവൾ പറഞ്ഞത് മദ്രസിന് ഒഴിവാണ്, അല്ലെങ്കിൽ ഞാൻ ശനിയാഴ്ച എടുത്ത് പോകുന്നതാണ്. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച അങ്ങനെ എന്താണ് ഓഫീസൊക്കെ ലീവാക്കി പിന്നെ അങ്ങനെ സുഖമില്ലാത്തവരൊക്കെ കാണാനൊക്കെ പോകേണ്ട ഓരോരോ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പപ്പായക്കറി ഉണ്ടാക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഞാൻ നിസ്കാരക്കുപ്പായോ എന്താണ് എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഓരോ ആഴ്ചക്ക് ഞാൻ ഓരോ ശനിയാഴ്ച കൊണ്ടുവരും. പിന്നെ ഞായറാഴ്ച അങ്ങനെ ഓരോ ആഴ്ചക്ക് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് പിന്നെ വാഷ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് കംഫർട്ടൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ പപ്പായൊക്കെ എന്താണ് കട്ട് ചെയ്തിട്ടിട്ട് അത് ഉമ്മയാണ് കേട്ടോ കട്ട് ചെയ്തതും അങ്ങനെ കേൾക്കിയതും തൊലി കളഞ്ഞതൊക്കെ അപ്പം ഉമ്മാനോട്ട് എടുപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അപ്പം അങ്ങനെ അടിയിൽ ഉമ്മ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ജിതുമോനെ എന്താ പുറത്ത് പപ്പായ കറി ഉണ്ടാക്കുന്നതിൻ്റെ അടിയിൽ ഞാൻ പുറത്ത് വെക്കുന്നതിൻ്റെ അടിയിൽ അവന് കുളിക്കണം എണ്ണട്ടരു പറഞ്ഞാണ്ട് അവനെ ഞാൻ കുളിപ്പിച്ചിട്ട് ഉള്ളിൽ കയറ്റിക്കാം കേട്ടോ. ഇതുമോന് ഒരു നേരമായ ഒരു ടൈമായ അവന് എന്നും കുളിക്കേണ്ടി വരും കേട്ടോ. പിന്നെ വല്ലാതെ ചുട്ട് പോകഞ്ഞാൽ പിന്നെ ഓൻ വേഗം എന്താണ് കുളിമുറിയിലൊക്കെ കയറിയാണ്ട് പിന്നെ ഓനെ ടേപ്പൊക്കെ തിരിച്ചിട്ട് പിന്നെ തന്നെ മേലൊക്കെ കഴുകി കൊടുത്താൽ പിന്നെ ബാക്കി ഞാനൊക്കെ കഴുകി കൊടുത്ത് അങ്ങനെ കുളിപ്പിച്ച് പോരും. എന്താണ് അങ്ങനെ കഴുകിപ്പോരും കേട്ടോ. അപ്പോൾ അതാ മുതിര എൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുതിര ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ഉപ്പേരി നാവാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ കറി നാക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് വറക്കട്ടെ. വറുത്തെടുത്തിട്ട് വേണം എനിക്കിത് കഴുകിയെടുക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വറുത്തും ഉണ്ടാക്കാം, വറുക്കാതെ ഉണ്ടാക്കട്ടെ. ഞാൻ വറുത്തും ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ വറുക്കാതെയാണ് അധികം ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പക്ഷേ ഇമ്മ പറഞ്ഞത് വറുത്താണ്, അപ്പോൾ വറുത്തിട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇത് വറുത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പം ഇനി ചട്ടി നേരിട്ട് എന്താണ് പുള്ളി വിചാരിച്ചിട്ട് ഇറുക്കിയൊക്കെ എടുത്തുകാണ്ട് ഞാനിത് ഈ ഒരു കൊട്ടയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ചട്ടിയൊക്കെ ഒരു വൈക്കൈ ഇട്ടോ ഈ ഒരു എന്താണ് അതൊക്കെ ഇങ്ങനെ വറുത്ത് ചട്ടിയൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ ചട്ടി ഇങ്ങനത്തെ ചട്ടി എടുത്തു അങ്ങനെ ഇതൊന്നും പറയരുത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഓരോരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വറുക്കാനും എടുക്കുമ്പോൾ അങ്ങനെ പിന്നെ പുറത്ത് വറുകെടുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ആയതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക വെച്ചാൽ പിന്നെ കുറേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ എടുത്തുകാണ്ട് പിന്നെ കുറേ ഉരച്ച് നോക്കുമ്പോൾ അതിന് കുറച്ച് പോകുന്നതൊക്കെ പോകും. പിന്നെ അതിന് കഴിഞ്ഞ് കളണ്ടാ വിചാരിക്കും. അങ്ങനെ ഇതാ ഞാൻ ഈ മുദ്രേൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുദ്രയൊക്കെ ഏക്കിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ആവശ്യത്തിന് വെള്ളം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാൻ കുക്കറിൽ കടച്ച് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചെടുക്കട്ടെ കേട്ടോ. ഈ ഉപ്പേരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാകും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് വേറെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയോ അതിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് അറിയില്ല. ഏതായാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിച്ചത്. അപ്പോൾ അതവിടെ കടന്ന് കാട്ടട്ടെ. അപ്പോൾ അത് വിസിലടിച്ചു. അപ്പോൾ അത് ഞാൻ 2 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ആക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണ് ഞാൻ പുറത്തുനിന്ന് നമ്മുടെ ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പപ്പായൻ്റെ പിന്നെ ചോറ് വെച്ചിന് ആ ഒരു പോട്ട് തന്നെയാണ് ഞാൻ പപ്പായൻ്റെ അടുത്തും വെച്ചത്. അപ്പം അങ്ങനെ കറി ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആ പോട്ടും കിട്ടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൽ അത് ഒന്ന് ഉടച്ചെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂടി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന് നന്നാക്കിയിട്ടൊന്നൊരു കയ്യിലെടുത്ത് ഉടച്ചെടുക്കണം. ഇത് വെച്ചതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഓരോ വർത്തമാനത്തിൻ്റെ അടിയിൽ കൂടെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴേക്ക് തന്നെ കുറച്ച് വെള്ളം പാകത്തിന് ഇതൊക്കെ പപ്പായ കട്ട് ചെയ്തു, അതിങ്ങനെ കഴുകി പിന്നെ അതിൻ്റെ കറ പോകാനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ പാൽ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കത്തി കൊണ്ടൊക്കെ ഒന്നാണ്ട് പിന്നെ തോല് കണിനതിൻ്റെ മുന്നേ ഒന്നിങ്ങനെ കൊത്തി കൊടുക്കും കേട്ടോ. കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊത്തി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് പിന്നെ മുളകും പച്ചമുളക് 2 പിന്നെ പാകത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് പുറത്തോടി വെച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കൊന്ന് ഈ പപ്പായക്കറിയും ഈ മുതിരൻ്റെ ഉപ്പിരൊന്നും അവർക്ക് ഇഷ്ടമല്ല ഉണ്ടാവില്ല കേട്ടോ. ജിതുമോൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മിന്നുമോൾക്ക് പറ്റൂല. അതേ കോപ്പി പിന്നെ
അവന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് എന്ത് കിട്ടിയാലും അവൻ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു പൊട്ടറ്റോ എടുത്തുകൊണ്ട് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് എന്താണ് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇതൊക്കെ തന്നെ ഈ പൊട്ടറ്റോ തന്നെ അങ്ങനെ ആഡ് ചെയ്തൊക്കെ കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ആദ്യം തന്നെ ഞാൻ മസാല ഇതാക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇനി ഇതിലേക്കാണ് പാകത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിൻ്റെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പം ജിതുമോന് വല്ലാതെ പിന്നെ എരിവൊന്നും പറ്റില്ല. മിന്നമോക്ക് പിന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാകത്തിൻ്റെ ഒരു ചെറുതായിട്ടൊക്കെ എരിവ് ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അവൾക്ക് ഞാൻ എന്താണ് പൊട്ടറ്റോ പൊരിച്ച് കൊടുത്തിട്ട് ഞാൻ അവൾക്ക് വലിയ ഭക്ഷണമാണ് കൊടുക്കട്ടെ വിചാരിച്ചു. അപ്പോൾ അപ്പത്തിന് അത് കടന്ന് അപ്പോൾ വന്നു വിട്ടു. അപ്പോൾ എന്താണ് ഞാൻ നേരത്തെ തുറന്ന് നോക്കിയപ്പോൾ എന്താണ് ഈ മുതിര വെന്തിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്താണ് കുറച്ച് പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഞാൻ വെച്ചെടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതാ അവർക്കുള്ള പൊട്ടറ്റോ കൊടുത്തിട്ട് അല്ല അവർക്കുള്ള പൊട്ടറ്റോ എന്താ പൊരിച്ചിട്ട് ഇനി അവർക്കുള്ള ഫുഡ് ആദ്യം കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കേട്ടോ നമ്മൾക്കില്ല പണിയുന്നു. ഈ കുട്ടികൾക്കേ ഒരു കുഴപ്പം വെച്ചാൽ എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന പൊട്ടറ്റോ എങ്ങനെ വെച്ചാൽ ഞാൻ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇവർക്ക് ഇങ്ങനെ പറ്റില്ല. അപ്പോൾ ഇത് എന്താ വെച്ചാൽ അവർക്ക് പറ്റുന്ന രീതി എന്താണ്, നമ്മൾ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ആ വെളിച്ചെണ്ണയ്ക്ക് നേരിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിക്കാണ് പിന്നെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് അവർക്ക് രസം കേട്ടോ. പിന്നെ പാകത്തിന് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് അപ്പോൾ അതാ ഞാൻ മിന്നുമ്പോൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾക്ക് ആദ്യം കൊടുത്തത് ജിതുമോന് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവന് തെറ്റിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് തെറ്റിപ്പോയിട്ട് അപ്പോൾ പറഞ്ഞാണ് പോയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവൾക്ക് ഫസ്റ്റ് കൊടുക്കുന്നില്ല ഇതിൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ അവന് വന്ന് എന്നെ കാണാതെ ഞാനിവിടെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ കാണാതെ വന്നുകൊണ്ട് ഓരോരോ പൊട്ടറ്റോ ഒക്കെ അങ്ങനെ എടുത്ത് കൊണ്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ കറി വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ തൊലിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കട്ട് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താണ് ഉപ്പേരി വറക്കണം. അതിന് വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഞാനെടുത്തത് ഒരു കുഞ്ഞു സവാളയാണ് കേട്ടോ. അപ്പോൾ ഇത് വറക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ ഇത് മതി കേട്ടോ. അപ്പോൾ അത് ഏതായാലും ഇതാണ് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് കട്ട് ചെയ്യലും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മുതിര ഞാൻ എന്താണ് വേവ് കുറവേനെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാൻ വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതാണ് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചെറുതായിട്ട് അടിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അടി പിടിച്ചിട്ട് തന്നെ ഉള്ളൂ. മുതിരൻ്റെ ഇതിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊരു പഴയ കാലത്തെ ഒരു ഉപ്പേരി ഇതൊക്കെ അല്ലേ കാരണം ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളെയൊന്നും ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് അനുഭവം. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇവർക്ക് പൊട്ടറ്റോ പൊരിച്ച് കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എന്താണ് ഒരു ചെറിയ സവാള കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെ ഇതൊക്കെ കഴിപ്പിച്ച് ശീലാക്കണം കേട്ടോ. പിന്നെ മുതിര എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നല്ലതൊക്കെയാണ് കേട്ടോ. പിന്നെ എന്തിനൊക്കെ വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ഗുണങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാനുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാകും. ഏതായാലും മുതിര കൊണ്ട് ഗുണങ്ങൾ വെച്ചാൽ പിന്നെ ഇത് ഗ്യാസ് ഉണ്ടാക്കൂല കേട്ടോ. അങ്ങനെയാണ് അനുഭവം. പിന്നെ ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം വരില്ല. പിന്നെ ഇതൊരു വാദത്തിനൊക്കെ നല്ലതൊക്കെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഞാനിത് എന്താണ് വറുത്ത് വെച്ച ഇതിക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സവാള ഇതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് മിക്സ് ആക്കിയിട്ട് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി. അപ്പോൾ അങ്ങനെ നമ്മളെ സൂപ്പർ ടേസ്റ്റി മുതിരൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞോര് പിന്നെ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. പിന്നെ വീണ്ടും ഒരിക്കൽ കഴിച്ചു നോക്കി. അപ്പം പിന്നെ വീണ്ടും ഇങ്ങനെ കഴിക്കട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗ് കേട്ടോ. അടുത്തത് എനിക്ക് കറി വറക്കാനുണ്ട്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ വെച്ച് നിന്നാൽ ശരിയാവില്ല വിചാരിച്ചിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അത് ചൂടിൽ കഴിക്കുന്നത് ചൂടിൽ കഴിക്കണം. ഞാനിത് എന്താണ് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ എനിക്ക് പിന്നെ ഇവിടെ മാത്രം നിന്നാൽ പോരാ. അപ്പോൾ അവർ കഴിച്ചുകൊണ്ട് സൂപ്പർ എന്നൊക്കെ പറയും. അടുത്തത് എനിക്ക് കറി വറക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി എടുത്തത്. അപ്പോൾ അത് ഞാനിത് എന്താണ് ഇതൊക്കെ കഴിഞ്ഞ് അകം തുടക്കലും അടിച്ചാരലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുളിയും പിന്നെ വാഷ് ചെയ്യലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എന്താണ് കുറച്ച് തണുത്തിട്ടുണ്ടല്ലോ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ പിന്നെ ആ ഒരു ചൂടിൽ കഴിക്കുന്ന ടേസ്റ്റ് പിന്നെ എത്രയായാലും ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ പപ്പായൻ്റെ കറി ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കട്ട് ചെയ്ത് വെച്ച കുറച്ച് കറി പിന്നെ കേക്ക് വെച്ച കറിവേപ്പില ഉണ്ടായിരുന്നു അത് ഇട്ടെടുക്കും കേട്ടോ. ആദ്യം കുറച്ച് കടുക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് പപ്പായ താളിക്കും കേട്ടോ. അപ്പം താളിച്ചൊരു കറി മതി വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ കറി പിന്നെ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ. പപ്പായ താളിക്കല്ലേ. അപ്പോൾ പപ്പായ പറഞ്ഞാലും അതും എല്ലാത്തിനും നല്ലത് തന്നെയാണ് കേട്ടോ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകുമല്ലോ. ആ ഒരു ഗുണങ്ങളൊക്കെ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കല്ലേ. ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.